മനുഷ്യനെ ചിപ്പ് വെച്ച് അവന്റെ അവസ്ഥകൾ മുഴുവൻ അറിയുവാൻ കാലം വരുന്നു ബൈബിളിനകത്ത്. അതിന് ലോകം ഇന്ന് സുഷുപ്തിയോട് വിളിക്കുന്ന പേരുണ്ട്, ഫ്യൂച്ചർ ഫന്റാസിയ. ലോകം ഈ മൈക്രോ ചിപ്പിനെ വരവേൽക്കാൻ പോകുന്ന എല്ലാവരും. ഇന്ന് പഞ്ചാബിൽ നിന്ന് വരുന്ന ഒരു അരിമണി, ഒരു ബിരിയാണി അരി പോലെ ഒരു അരിയും അതിനകത്ത് ഒരു ബാറ്ററിയും കൊടുത്താൽ ഒരു മൈക്രോ ചിപ്പ് ഫോം ചെയ്യാമെന്ന് മോട്ടറോള പറയുന്നു. അപ്പോൾ തന്നെ അമേരിക്കയിലെ ജോൺസൺ ആൻഡ് കമ്പനി പറയുന്നു, എന്താ പറയുന്നത്, ഒരു ബാൻഡേഡിനകത്ത് ഒരു കോയിലും ഒരു ബാറ്ററിയും കൊടുത്ത് കയ്യിൽ ഒട്ടിച്ചാൽ മനുഷ്യനെ മുഴുവൻ മോണിറ്റർ ചെയ്യുവാൻ കഴിയും. അതാ എലോൺ മസ്ക് കൊണ്ടുവരാൻ പോകുന്ന ഏറ്റവും വലിയ ബുദ്ധിമണ്ഡലം. അതിന്റെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. പഠിക്കുന്ന BE സ്റ്റുഡൻസിനോട് ഒരിക്കൽ കൂടി ഇംഗ്ലീഷിൽ അതിന് മെഡിക്കൽ സയൻസ് വിളിക്കുന്ന പേര് RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. ലോകം കാണാൻ പോകുന്ന അത്ഭുതം. ഇനിയുള്ള കാര്യങ്ങൾ എല്ലാവരും കേൾക്കണം. ഇതാ ഗഗനമായ ഒരു ചിന്തയിലേക്ക് വരുന്നു. അതിനാസ്പദമായി ഇതാ കണ്ടാട്ട് തലച്ചോറുകളെ ബന്ധിപ്പിക്കുവാൻ ഇന്റർനെറ്റ്. മനുഷ്യന്റെ തലച്ചോർ കമ്പ്യൂട്ടർ വഴി ഊറ്റിയെടുക്കാം. എല്ലാവരും ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ തലച്ചോറുകളെ ബന്ധിപ്പിക്കുവാൻ ഇന്റർനെറ്റ്. കൈക്കകത്ത് നെർവസ് സിസ്റ്റത്തിനകത്ത് ഒരു ചിപ്പ് ഇംപ്ലാന്റ് ചെയ്താൽ ഒരു മനുഷ്യനെ പറ്റിയുള്ള 7 കാര്യങ്ങൾ ഈ മൈക്രോ ചിപ്പ് മനുഷ്യനെ നിയന്ത്രിക്കുവാൻ പോകുന്നു. അതിനാസ്പദമായി എലോൺ മസ്ക് ആദ്യം കൊണ്ടുവന്നു വൈക്കം വെളിപ്പാട് 13:10. ഇതാ ബൈബിളിന്റെ തനിമ. എല്ലാവരും കേട്ടാട്ടെ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം കുഞ്ഞു വായിച്ച് സഹായിക്കും. വായിക്കാം. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. എല്ലാവരും മനോരമ വാർത്ത, മലയാളം പത്രം. കുറെ കഴിഞ്ഞ് നിങ്ങൾ റെഡ്വിയിൽ നോക്കിയാൽ ഇത് കാണാൻ പറ്റും. ലോകം ടെലിപ്പതിയിലേക്ക് എല്ലാ ദൈവദാസന്മാരും നോക്കിയാട്ടെ. ഇതാ പത്മോസിനകത്ത് യോഹന്നാൻ പറഞ്ഞത് കണ്ടു. 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അവന് പോളിയോ രോഗം ബാധിച്ച് കിടപ്പായിരുന്നു. അവന്റെ തലയിൽ മൈക്രോ ചിപ്പല്ല, കൈമേലും തലമേലും എവിടെ ഒരു തലയിൽ മൈക്രോ ചിപ്പ് ആദ്യം കൊടുത്തു. അത് വെച്ചിട്ട് അവൻ ഏത് മരുന്ന് വേണമെന്ന് പറയുവാൻ അവനെ കൊണ്ട് ബലപ്പെടുത്തി. ലോകം ടെലിപ്പതിയിലേക്ക് 2024 ജനുവരി 31 ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ ബൈബിളിന്റെ പ്രവചനം നിവർത്തിയായി. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ ദാണ്ടേ മസ്തിഷ്കത്തിൽ ചിപ്പ്, ന്യൂറോലിങ്ക് വഴിത്തിരിവായിക്ക്. മനുഷ്യന്റെ മസ്തിഷ്കത്തിനകത്ത് ചിപ്പ് വെച്ച് ന്യൂറോലിങ്ക്. ഇതാ മക്കളെ ബൈബിളിന്റെ തനിമ. ഇന്ന് രാത്രി ഇത് കുട്ടസനല്ല, മായാവിയല്ല, ഡിങ്കനല്ല. 1400 പരം കൊല്ലം 40 എഴുത്തുകാർ മുട്ടുമടക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിൽ ചമച്ചു കൊടുത്ത സ്വർഗീയ തിരുവചനമ ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ. ഇത് സാധാരണ പുസ്തകമല്ല, ഉപദേശിയുടെ വയറ്റിപ്പഴപ്പല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പറയണം, ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാൻ, ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് ഉയർത്തിയവന്റെ തലമുറ അമ്മച്ചി എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാത്രി ഇതാ ബൈബിളിന്റെ തനിമ, ഇതാ ബൈബിളിന്റെ തനിമ, നൈർമല്യത. മഞ്ഞാലിമൂടി യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ട്. എത്ര ക്ലിയറാ. ഇതിന് വിളിക്കുന്ന പേരാ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ. അത് കഴിഞ്ഞ് അവന്റെ കിടന്നവൻ 6 മണിക്കൂർ ചെസ് കളിച്ചെന്ന് സ്വോത്രം. കിടക്കെ കിടന്ന് സ്ട്രോക്ക് വന്ന് പോളിയോ ബാധിച്ചവന്റെ തലയിൽ മൈക്രോ ചിപ്പ് വെച്ചപ്പോൾ അവൻ 6 മണിക്കൂർ ഹല്ലേലൂയ ചെസ് കളിച്ചു. ഇനി അടുത്തത് സയൻസിന്റെ ഒരു ഭാഗം പറഞ്ഞ് നിർത്തും, ബാക്കി മറ്റൊരിക്കൽ. തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്. എല്ലാവരും കേട്ടാട്ട്. ഒരു മനുഷ്യന്റെ തലയിൽ 3 ഘടകം: സെറിബ്രം, സെറിബെല്ലം, മെഡില്ല ഓബ്ലാങ്കേറ്റ. ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി, മലയാളവും ചേർന്ന് 1 മിനിറ്റിൽ 40 ചിന്ത ഒരു മനുഷ്യന്റെ തലയിൽ. 1 മണിക്കൂറിൽ 2400 ചിന്ത ഒരു മനുഷ്യന്റെ തലയിൽ പോകുന്നത്. ഇവിടെ മഞ്ഞാലിമൂടി ഞാൻ നിൽക്കുമ്പോൾ എന്റെ കണ്ണ് ഇവിടെ നിൽക്കുന്നെങ്കിലും എന്റെ ചിന്ത കാനഡയിലെ ടൊറന്റോയിൽ വരെ എത്താം. അതാ മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ വലിപ്പം. അതൊരു മൈക്രോ ചിപ്പ് വഴി റീഡ് ചെയ്യും. അതിന്റെ പേര് അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകുക. തലച്ചോറുകളെ കമ്പ്യൂട്ടർ വഴി ഇന്റർനെറ്റ് വഴി ചോർത്തിയെടുക്കാം. 7 കാര്യം കേൾക്കും. 2 വാക്യം കൂടെ വായിക്കുമ്പോൾ അവസാനിക്കും. നമ്മുടെ സമയ പരിമിതി കൊണ്ട് ഇന്ന് രാത്രി എലോൺ മസ്ക് പറയുന്നത് എല്ലാവരും കേട്ടാട്ട്. നമ്പർ 1, ഈ മൈക്രോ ചിപ്പ് വച്ചാൽ മനുഷ്യ ശരീരത്തിനകത്ത് നമ്മുടെ ദാണ്ടി സ്കാൻ ചെയ്യുന്നത് പോലെ ദാണ്ട് ഈ ബാർകോഡ്. ഞാനും ജോസ് പാസ്റ്റർ പിടിയിരിക്കുന്ന അച്ചാരും ഏതെങ്കിലും കടയിൽ ചെന്നാൽ ഒരു ബാർകോഡ് കാണിച്ച് പേനയുടെ വില, കളിക്കാവിളയോ കാരക്കോണത്തോ എവിടെ കാണിച്ചാലും പേനയുടെ വില ബാർകോഡിനകത്ത് കാണുന്നത് പോലെ, വളരെ ക്ലിയർ ആയിട്ട് കാണുന്നത് പോലെ ഈ ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിനകത്ത് ഏത് മരുന്ന് വേണമെന്ന് ഈ മൈക്രോ ചിപ്പ് പറയും. അങ്ങനെയെങ്കിൽ മറവി രോഗം, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, ഇത് ഒരു സൈഡിൽ നമ്മൾ തളർന്നു കിടക്കുന്ന സകലത്തിന് മരുന്ന് മൈക്രോ ചിപ്പ് കമ്പ്യൂട്ടറിനോട് പറയും.
അങ്ങനെയെങ്കിൽ മെഡിക്കൽ സയൻസ് ഇതിനെ വരവേൽക്കും. രണ്ടാമത്തെ കാര്യം, ഇവിടെ വളരെ സ്പീഡ് കുറച്ചേ പോകും, മനസ്സിലാക്കണം. ഇന്ന് 50% മനുഷ്യരിലും ക്യാൻസർ ഉണ്ട്, ചിലരിൽ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്, വാക്സിൻ എടുത്ത പലരും കൊടിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇലോൺ മസ്ക് പറയുന്നു 15 വർഷം മുമ്പ് മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ വരുമെന്ന് മൈക്രോചിപ്പ് പറയുമെന്ന്. നിങ്ങളുടെ ശരീരത്തിൽ ക്യാൻസർ സെല്ലുണ്ട്, അത് കഴിഞ്ഞ് ഹൃദയത്തിന്റെ അറകൾക്ക് വ്യത്യാസമുണ്ടെന്ന് 15 വർഷം മുമ്പ് ഈ മൈക്രോചിപ്പ് വെച്ചാൽ പറയാൻ കഴിയുമെന്ന്. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ ആയുസ് 15 വർഷവും കൂടെ കൂട്ടുമെന്ന്. അപ്പൊ ആര് വെക്കും? അയ്യോ, വിശ്വാസികളല്ല, ഞങ്ങളെപ്പോലെ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ഉപദേശിമാർ എവിടുന്നെങ്കിലും ഒരു ചിപ്പ് വെക്കും. അമ്മാമ്മ 15 കൊല്ലം കൂടെ പ്രസംഗിച്ചാൽ കാശ് കിട്ടുമല്ലോ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങനെ ഇരിക്കുന്നു. സ്തോത്രം. ഇതാ സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ മൈക്രോചിപ്പ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ മൈക്രോചിപ്പിന്റെ പ്രത്യേകത കേട്ടാട്ടെ. ഈ മൈക്രോചിപ്പ് ഇന്ന് വൻകിട കമ്പനികളെല്ലാം കേൾക്കണം. അതുകൊണ്ടാണ് ഞാൻ ജോസ് പാസ്റ്റർ സമയം മേടിച്ച കൃത്യസമയത്ത് ഇവിടെ ടെക്നോ പാർക്ക്, UST ഗ്ലോബൽ, ടാറ്റ കൺസൾട്ടൻസി, അത് കഴിഞ്ഞിട്ട് അമേരിക്കൻ കമ്പനികളെ ഇൻഫോസിസ്. അവിടെ ഒരു ചെറുപ്പക്കാരൻ്റെ ശമ്പളം 7 ലക്ഷം രൂപയാണ്. അവൻ അവിടുത്തെ പർച്ചേസറാണ്. അപ്പം മാനേജർക്ക് ഒരു സംശയം, ഇവിടെ വരുന്ന കൊട്ടേഷൻ അവൻ മറിക്കുന്നു. വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നാളെ വരത്തില്ല. അതുകൊണ്ട് പൊന്നെ ചക്കരയെന്ന് ഇവൻ്റെ കയ്യിലൊരു ചിപ്പ് വെച്ചിട്ട് വൈഫൈ വഴി മാനേജറുടെ ലാപ്ടോപ്പ് റൂട്ട് ചെയ്യുമ്പോൾ ഇവൻ്റെ മൊബൈലിൽ ആര് സംസാരിക്കുന്നു, ഹലോ പറയുന്നത് ഈ ചിപ്പ് എന്ത് ചെയ്യും? ദാണ്ട് ഓണറുടെ കമ്പ്യൂട്ടറിനകത്ത് കൊടുക്കും. മനസ്സിലാകുന്നവർക്കായി. ക്ലിയർ ആയില്ലയോ? പണ്ടത്തെ കാലത്ത് നിങ്ങൾ ലോൺ എടുക്കത്തില്ലേ ബാങ്കിൽ നിന്ന്? വെള്ളറുടെ ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. 30-ാം തീയതി ആകുമ്പോൾ പെങ്കൊച്ച് വിളിക്കുക, സാറ് 2-ാം തീയതി ലോൺ അടയ്ക്കേണ്ട ദിവസം. ഇപ്പം പെങ്കൊച്ച് കമാന്ന് മിണ്ടത്തിൽ രാത്രി ഭാര്യയായിട്ട് നല്ല ഉറക്കം ഉറങ്ങുമ്പോൾ 1 മണിക്ക് ഫെഡറൽ ബാങ്കിൽ നിന്ന് മെസ്സേജ് വരും, നാളെ ലോൺ അടയ്ക്കേണ്ട ദിവസം, മര്യാദയ്ക്ക് അടച്ചില്ലേ പുറേ പിള്ളേർ വണ്ടി പിടിക്കുമെന്ന്. മനസ്സിലാകുന്നവർക്ക് സ്വത്രം. ക്ലിയർ ആയില്ലയോ? ഈ ചിപ്പ് വച്ചാൽ കാര്യം റെഡിയാവും. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഈ ചിപ്പ് വച്ചാൽ മനുഷ്യന്റെ ലൊക്കേഷൻ ക്ലിയർ ആകും. ഇന്ന് രാത്രി പലരും സിം കാർഡ് മൊബൈൽ ഓഫ് ചെയ്തിട്ട് കന്യാകുമാരി ചെന്ന് വെള്ളം കുടിക്കാറുണ്ട്. കുഞ്ഞെ, സിം കാർഡ് മൊബൈലിലിട്ട് നീ എവിടെ ചെന്നാലും സാറ്റലൈറ്റ് വഴി നിന്റെ സിം ഓണാക്കിയില്ലെങ്കിലും കാർഡ് അതിനകത്ത് കിടക്കുന്ന കാലം വരെ IMEIയുടെ കോഡ് വഴി നിന്റെ മൊബൈൽ ലൊക്കേഷൻ ടവർ ലൊക്കേഷൻ. അങ്ങനെയെങ്കിൽ ഇനി വലിയ കാലമാണ്. ചില പുള്ളികൾ മനുഷ്യരെ തട്ടിയിട്ട് സിം കാർഡ് മൊബൈലിലൂടെ നെയ്യാർ ഡാമിൽ എറിയും. അപ്പോൾ അത് ലോകത്തിനറിയാം. അന്നേരം കയ്യിൽ ഒരെണ്ണം കൊടുത്താൽ കന്യാകുമാരിയിൽ നിന്ന് കട്ടൻ കുടിക്കുന്നത് ജിയോയുടെ സാറ്റലൈറ്റ് വഴി അറിയാം. ഇതിൻ്റെ പേര് മനുഷ്യൻ എവിടെ നിൽക്കുന്നെന്ന് കയ്യിൽ മൈക്രോചിപ്പ് വെക്കുമ്പോൾ അറിയാം. മനസ്സിലാകുന്നവർക്കായി. നിങ്ങൾ ഇതെല്ലാം കേട്ടിട്ട് ചൊവ്വായിരിക്കുന്നുവല്ല. പാറശാല ഇഞ്ചിവിള ഇന്ന് നേരെ കയറുന്നത് കളിക്കാവിളയിലാണ്. ഞാൻ സ്ഥിരം ഈ കളിക്കാവിള കൂടിത്തറ മാർത്താണ്ടം പോകുന്നതാണ്. ഞാൻ വണ്ടിയിരുന്ന് നല്ലതുപോലെ ഇറങ്ങും. ഇഞ്ചിവിള കഴിയുമ്പോൾ ഒരു മെസ്സേജ് വരും, വെൽക്കം ടു സെൽവൻ തമിഴ്നാട്. ഞാനും അറിഞ്ഞില്ല, വീട്ടിൽ ഇരുന്ന ഭാര്യ അറിഞ്ഞില്ല, മക്കളും അറിഞ്ഞില്ല, ടവർ അറിഞ്ഞു. മനസ്സിലാക്കുന്നവർക്ക് സ്വത്രം. അവിടുന്ന് കൺവെൻഷൻ മുടിഞ്ഞ് കേരളത്തിക്ക് പാറശാല എത്തുമ്പോൾ അടുത്ത മെസ്സേജ്, വെൽക്കം ബാക്ക് BSNL കേരള. മൊബൈലിനകത്ത് മെസ്സേജ് വരുന്ന പോലെ മനുഷ്യൻ്റെ ലൊക്കേഷൻ ഈ മൈക്രോചിപ്പ് വഴി അറിയാം. ലോകമെടുക്കാൻ പോകുന്ന കാര്യം. അഞ്ചാമത്തെ കാര്യം, ഇവിടെ ഒരു സഹോദരി, അവരുടെ ബന്ധു കള്ളിക്കാടുണ്ട്, കള്ളിക്കാട് അവറാച്ചാൻ. അപ്പോൾ സഹോദരി ഒന്ന് ആലോചിക്കുക, കള്ളിക്കാട് അവറാച്ചാനെ ഒന്ന് വിളിക്കണമെന്ന് മനസ്സ് ചിന്തിച്ചാൽ മതി. ചിപ്പ് മൊബൈലിനോട് പറയും, ആൻറ്റിക്ക് ഇപ്പം കള്ളിക്കാട് അവറാച്ചാനെ വിളിക്കണം. ഗൂഗിൾ പറയുന്നതിന് മുമ്പ് വിളിച്ച് കൈത്തരും. എന്തൊരു നല്ല ചിപ്പ്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. മനസ്സിൽ ആലോചിച്ചാൽ ഡയൽ ചെയ്യും. അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം കേട്ടാട്ടെ, ഇതാ പ്രസംഗം. ഇനി ലോകരാജ്യങ്ങൾ ഇതിനെ വരവേൽക്കുന്നു. AI ക്യാമറ. തിരുവനന്തപുരം എയർപോർട്ടിൽ ഒരു ദിവസം ഇപ്പോൾ 15,000 പേരാണ് വരുന്നത്. 100 വിമാനങ്ങൾ എത്തിക്കഴിഞ്ഞു തിരുവനന്തപുരം. പകലും രാത്രിയായി. ഇപ്പോൾ റൺവേയുടെ പടി നടക്കുന്നു, എല്ലാം കൂടെ രാത്രിയിലും വെളുപ്പിനും. അപ്പോൾ ഈ വരുന്നവൻ എന്തിനാ വരുന്നതെന്ന് ആർക്കും അറിയത്തില്ല. നിങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് നടന്നിറങ്ങി വരുമ്പോൾ നിങ്ങളെ വാച്ച് ചെയ്യുന്ന ക്യാമറയുണ്ട്, AI ക്യാമറ. ആ AI ക്യാമറയ്ക്കകത്ത് ഒരു ചിപ്പ് വച്ചാൽ നിങ്ങളുടെ തലച്ചോറ് ഊറ്റിയെടുക്കും. എന്ത് കാര്യത്തിന് വേണ്ടി? ഒരു വെളിനാട്ടിൽ നിന്ന് ഒരു വ്യക്തി വിദേശത്ത് നിന്ന് വരുന്നത് ഒരു വയറും വേണ്ട, കയറും വേണ്ട. ഈ മൈക്രോചിപ്പ് മെസ്സേജ് ലാപ്ടോപ്പിനകത്ത് കൊടുക്കുക. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം യൂണിഫോം ഇടാത്ത പോലീസുകാർ 100 പേര് നടന്നു വരുന്നതിൽ ഒരുവൻ ബാങ്ക് കൊള്ള ചെയ്യാൻ വരുന്നവെങ്കിൽ അവൻ അറിയാതെ ചെന്ന് കയ്യെ പിടിച്ച് ചെറുപ്പക്കാരെ വരാൻ പറഞ്ഞ് നേരെ റൂമിനകത്ത് കൊണ്ടുപോകും. അവന്റെ തലച്ചോറിന് ഊറ്റിയെടുക്കുവാൻ ലോകരാജ്യങ്ങളിൽ മൈക്രോചിപ്പിന് വെൽക്കം ചെയ്യുന്നു. ഇന്ന് രാത്രി അമേരിക്കക്കാർ, ദുബായ്ക്കാർ പറയുന്നത് ഇപ്പൊ തന്നെ വേണമെന്ന്. അബുദാബിക്കാരും എലോൺ മസ്കിനോട് പറയുന്നത് ഇത് വേണം. ഞങ്ങളുടെ രാജ്യത്ത് 1000 വരും, ആരാ കുറ്റക്കാരെന്ന് അറിയത്തില്ല. അവർ നടന്നു വരുമ്പോൾ അവരെ മോണിറ്റർ ചെയ്യുവാൻ AI ക്യാമറയ്ക്കകത്ത് ഈ ചിപ്പ് കൊടുത്താൽ മനുഷ്യന്റെ ചിന്താമണ്ഡലത്തെ ഊറ്റിയെടുക്കും. അതാ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം. ന്യൂറോ ടെലിപ്പതി. അതാ ബൈബിളിനകത്ത് അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും.
നാട്ടുകാർ കേൾക്കട്ടെ കർത്താവിൻ്റെ വരവ്. 6-ാമത്തെ സംഭവം. 7-ാമത്തെ സംഭവം എല്ലാവരും കേട്ടാട്ട്. 7-ാമത്തെ സംഭവം. ഇവിടുന്ന് കളിക്കാവിള എന്നൊരു കൂട്ടം കന്യാകുമാരി പോവാ. പ്രായം ചെന്ന അച്ചായന 80 വയസ്സ്, അമ്മാമ്മ 75 വയസ്സ്. അച്ചായന വണ്ടി ഓടിക്കുന്നത്. അച്ചായൻ പോകുന്ന സമയത്ത് നമ്മുടെ കുഴിത്തറ മാർത്താണ്ഡം കഴിഞ്ഞപ്പം ചെക്ക് പോസ്റ്റിനകത്ത് ദാണ്ടേ ക്യാമറ. അപ്പം ECG വേണ്ട. അച്ചായൻ്റെ ഹാർട്ടിൻ്റെ ചലനം ഈ ക്യാമറയിൽ കൂടെ പോലീസിൻ്റെ ലാപ്ടോപ്പിലെത്തി. ഒരു ECG വേണ്ട. അച്ചായൻ്റെ ഹാർട്ടിനകത്ത് ചലനം വ്യത്യാസം. കളിക്കാവള കഴിഞ്ഞ് മാർത്താണ്ഡം കഴിഞ്ഞ് മാർത്താണ്ഡം കഴിഞ്ഞ അടുത്ത സിറായംകുടി കാഞ്ഞിരക്കാട് എത്താറാകുമ്പോൾ അച്ചായൻ്റെ പുറകെ ബീപ്പ് ലൈറ്റുമായിട്ട് ആംബുലൻസ് വരും. അച്ചായനെ സൈഡിൽ ഒതുക്കിയിട്ട് പറയും വണ്ടി നിർത്താൻ, താങ്കൾ വണ്ടി ഓടിക്കാൻ പ്രാപ്തനല്ല, ഹൃദയത്തിൻ്റെ പ്രവർത്തനം മോശം, അറ്റാക്ക് വരാൻ സാധ്യത. ഓടിക്കുന്ന അച്ചായനെ ആംബുലൻസിൽ കയറ്റി വേറെ ആളെ വണ്ടി കയറ്റാൻ ലോകം കുതിക്കുന്നു. അതിൻ്റെ പേര് മനുഷ്യനിൽ മൈക്രോ ചിപ്പ് വെച്ചാൽ സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യാം. അന്ത്യകാലം ഇവിടുത്തെ വലിയ വൻകിട കമ്പനികൾ ഇത് കൊണ്ടുവരാൻ പോകുന്നു. അടുത്തത് കേട്ടാട്ടെ. 7-ാമത്തെ കാര്യം കഴിഞ്ഞ് 8-ാമത്തെ കാര്യം. ഇവിടുത്തെ ഈ തിരുവനന്തപുരത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം 2024 ലണ്ടനിൽ പോയി. അവിടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, ചാറ്റ് GPT AI കോൺഫറൻസ്. എലോൺ മസ്ക് ഉണ്ടായിരുന്നു. എലോൺ മസ്ക് അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിനോട് പറയണം, ഇന്ത്യ 150 കോടി ജനമാ, എല്ലാരെയും ഇനി പിടിച്ച് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഞാൻ തരുന്ന മൈക്രോ ചിപ്പ് കൊടുത്താൽ സാറ്റലൈറ്റ് വഴി സകല മനുഷ്യനെ ഒരു കമ്പ്യൂട്ടറിനകത്ത് കൊണ്ടുവരാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറയുവാൻ രാജീവ് ചന്ദ്രശേഖരോട് പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ ബൈബിൾ ശരിയാകുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. കരമുയർത്തുന്നവർക്കായി തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. ഏകലോക ഭരണം എത്ര ക്ലിയർ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. മോൻ അടുത്ത വായിച്ചിട്ട് വാള് കൊണ്ട് കൊല്ലുന്നവൻ. വായിച്ചാട്ടെ. വാൾ കൊണ്ട് കൊല്ലുന്നവൻ. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ താന്നിമൂട് 2025 കൺവെൻഷൻ ഇന്ന് രാത്രി വൈൻഡ് ചെയ്യാം. ഇവിടെ വിശുദ്ധന്മാർ. വായിച്ചാട്ട് മോനെ. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. അന്ത്യം വരെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ കാന്തൻ മടങ്ങി വരും. കരമുയർത്തുന്നവർക്കായി. ഇതെല്ലാം ഇവിടെ കാണുമ്പോൾ അന്ത്യം വരെ കാത്തിരിക്കുന്നവനെ ചേർക്കാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. 8 കാര്യം പറഞ്ഞു. 9-ാമത്തെ കാര്യം ഇവിടുത്തെ ബാങ്കുകൾ. എല്ലാവരും കേട്ടാട്ട്. ഇന്ന് എല്ലാത്തിൻ്റെയും ATM കാർഡല്ലേ. സ്വത്രം. കുഞ്ഞമ്മാമ വെള്ളറുടെ പൈസ എടുക്കാൻ നിൽക്കുമ്പോൾ ഹിന്ദിക്കാരൻ പനിച്ച് മുട്ടിയെന്ന് പറഞ്ഞിട്ട് കുഞ്ഞമ്മാമയുടെ പുറകെ ഒരു പാട്ട് പാടും. ജാനാസനം. കുഞ്ഞമ്മാമയെ കാണാനല്ല, കാർഡ് കിട്ടി അവൻ അടിച്ചുകൊണ്ട് പോകും. മനസ്സിലാകുന്നവർക്ക് അത് സ്വത്രം. അതുപോലെ ഇന്ന് രാത്രി ഇനി ഞാൻ ഇവിടെ വരത്തില്ല. പനച്ചുമൂടി വരണ്ട, ചെറിയ കൊല്ലം വരണ്ട, വെള്ളറുടെ വരണ്ട. ATM മെഷീൻ മൊത്തവും കട്ട് ചെയ്തുകൊണ്ട് പോകും. കഴിഞ്ഞ ദിവസം തൃശ്ശൂരും പാലക്കാടും കണ്ടില്ലേ, കണ്ടിച്ചോറും കരിയാനെന്ന് വന്നിട്ട് വഴിയരികെ വയ്ക്കുന്ന ചന്ദനമരം മുറിച്ചോലെ എല്ലാം കണ്ടെയ്നറിനകത്ത് കയറ്റി. സ്വത്രം. അപ്പോൾ ഇവിടുത്തെ ഫെഡറൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്കും എല്ലാം പറയുന്നു ഇനി ATM വേണ്ട, കൈവച്ച് ട്രാൻസാക്ഷൻ ചെയ്യാൻ ഈ മൈക്രോ ചിപ്പ് നല്ലത്. പണം വേണ്ട, ഓൺലൈൻ ട്രാൻസാക്ഷൻ. ഇന്നത്തെ QR കോഡ് വരാൻ പോകുന്നു. മനുഷ്യന്റെ കയ്യിലേക്ക് എയർപോർട്ട്, വാഹനം, സൗകര്യം മുഴുവൻ ഒരുവന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നു. ഇന്ന് രാത്രി യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതാ ഇല തളർക്കുമ്പോൾ വേനലടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ. നാളെ കഴിഞ്ഞ് തമിഴ്നാട്ടിലെ കുഞ്ഞുങ്ങൾ വാർത്തയിൽ കേരളക്കാർ കാണാൻ പോന്നു. എലോൺ മസ്ക്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രതി ജയശങ്കർ, അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ്, ഇസ്രയേലിന്റെ ടെക്നോളജിയും ഒരുമിക്കുമ്പോൾ ഒരു മൈക്രോ ചിപ്പ് രംഗപടത്തിന് പിൻപിൽ എഴുന്നേറ്റ് വരാൻ പോകുന്നു. ആ ചിപ്പ് ഇവിടെ വരുന്നതിന് മുമ്പ് യേശുവിന്റെ ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കള് നിത്യ വീട്ടിലെത്തിക്കുവാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. താന്നിമൂടെ കാലം ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. താന്നിമൂടെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. 2 വാക്യം കൂടി വായിച്ചെന്ന് രാത്രി അവസാനിപ്പിക്കുന്നു. അപ്പൊ ഒരു മനുഷ്യന്റെ കയ്യിലേക്ക് 2 ചിപ്പ് കൊടുക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി ATM-നകത്ത് ചിപ്പുണ്ട്, നാനോ ഉണ്ട്, സിലിക്കോൺ ഉണ്ട്, മൈക്രോ ഉണ്ട്, DNA ഉണ്ട്. ഇന്നത്തെ QR കോഡ്. മകനെ മകളെ, ഒരു ഗവൺമെന്റ്, ഒരു ഭരണം, ഒരു വാക്സിൻ, ഒരു കമ്പ്യൂട്ടർ, ഒരു 5G എല്ലാം ഒരുവന്റെ കയ്യിൽ മൈക്രോ ചിപ്പ് വരുന്നു. എന്നാൽ ഇന്ന് രാത്രി 2 ചിപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്തിനകത്ത് വെക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. നാനോ ആണോ, സിലിക്കോണാണോ, മൈക്രോ ആണോ, DNA ആണോ? വായിക്കാം. എഫേസ്യർ 4:30. മോൻ വായിച്ചാട്ട്. നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. ഏതാ ചിപ്പ്? അത് കഴിഞ്ഞ് കരവും ഉയർത്തണം. മോൻ വായിച്ചാട്ട്.
എഫേസ്യർ 4. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. താതിമൂടുള്ള ദൈവ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് നാളിനായി നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. നാനോ അല്ല, സിലിക്കോൺ അല്ല, മൈക്രോ അല്ല, DNA അല്ല, എലോൺ മസ്കിന്റെ ചിപ്പുമല്ല. നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. ഏതാ മക്കള്? പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്ര പ്രാപിച്ചവർ. സാത്താന്റെ ചിപ്പ് വെക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അതിനു മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര പ്രാപിച്ചവരെ ചേർക്കുവാൻ 10,000 പേര് സുന്ദരനായി എന്റെ കാന്തൻ വരാറായി. ആ വലത് കരം ഉയർത്തിപ്പിടിച്ചാട്ടെ, വലത് കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇന്ന് രാത്രി താനിമോട് ചേർന്ന് പറഞ്ഞാട്ടെ, നമ്മുടെ പൗരത്വമോ കരമുയർത്തുന്നവർക്കായി സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നു. താനിമോടെ മഞ്ഞാലിമോടെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അപ്പൊ ആ വരവിൽ ആർക്കെങ്കിലും പോണോ? ഇവിടെ നിൽക്കണോ? സന്തോഷമില്ലല്ലോ. മോൻ വെളിപ്പാട് 15 കൂടെ എടുത്താൽ മതി. ആ വരവിൽ ആർക്ക് പോണം? ഇവിടെ നിൽക്കണോ? പോകേണ്ടി ഒരു കരം ഉയർത്തുന്നില്ല, നിൽക്കേണ്ടി ഒരു ഇങ്ങനെ വന്നാലും മതി. സ്വോത്രം. പോകേണ്ടിയവരാരുണ്ട്? കർത്താവിന്റെ വരവിൽ പോകാൻ ആർക്കും താല്പര്യമില്ലയോ? അയ്യോ, ഇവിടെ നിൽക്കാമെങ്കിൽ കടാത്ത തീയും ചാകാത്ത പുഴുവുണ്ട്. സ്വോത്രം. കൺവെൻഷൻ തീരുക. പോകണമെങ്കിൽ 7 കാര്യം നടക്കണം. ഒരു കാര്യം കൂടെ, വെളിനാട്ടിൽ ജോലിക്ക് പോയ ആരുണ്ട്? ഗൾഫ് രാജ്യം, സൗദി അറേബ്യ, ദുബായ്, കുവൈറ്റ്. പലരും കൈ ഉയർത്താൻ മടിക്കുന്നു. ചിലർ വിചാരിക്കും എൻ്റെ ജോലി കല്യാണാലോചനയെന്ന്. എൻ്റെ ജോലി കല്യാണാലോചനയല്ല, ഇവിടെ പാസ്റ്റർമാരിപ്പോണ്ട്, അവർ ആലോചിച്ചോളൂ. സ്വോത്രം. ചിലർ വിചാരിക്കുന്ന കൈ ഉയർത്തി കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുക്കുമെന്ന്. എൻ്റെ ജോലി പടവെടുപ്പല്ലാതെ എടുത്തോളൂ. സ്വോത്രം. ആ കൈ ഉയർത്തി ആരാ? കർത്താവിൻ്റെ വരെ വെളിനാട്ടിൽ പോയ ആർക്കത് കരമുയർത്തിയാട്ട് വേലയ്ക്ക് വേണ്ടി ദുബായ്, അബുദാബി, കുവൈറ്റ് ആരും പോയിട്ടില്ലയോ? ഗൾഫ് രാജ്യത്ത് പോയ ആരെങ്കിലും? മോനെ കരം ഉയർത്തി. എനിക്ക് വിസയും വേണ്ട, ഡോളറും വേണ്ട. പ്രസംഗിച്ച അപ്പം ഞാൻ സ്ഥലം കാലിയാക്കാം. മോൻ കരം ഉയർത്തിയാട്ടെ. സ്വോത്രം. മോൻ കരം ഉയർത്തി. അവൻ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്നപ്പോഴേ അവനെ വിളിച്ചിട്ട് CAS പറഞ്ഞു, മോൻ അങ്ങ് ദുബായിക്ക് പോയി. അങ്ങനൊന്നും പോകാൻ പറ്റിയല്ല. 7 കാര്യം. 1 പാസ്പോർട്ട്, 2 ടിക്കറ്റ്, 3 എമിഗ്രേഷൻ, 4 ബോർഡിംഗ് പാസ്, 5 അവൻ്റെ ഫൈനൽ ചെക്ക്, 6 കീക്കി കൂക്കു, 7 കസേര ഇരുത്തും. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. സന്തോഷമില്ലല്ലോ. അയ്യോ, യോഗത്തിന്റെ അവസാനം ഇവിടെ കസേര റബ്ബറും തോട്ടത്തിൽ നിന്ന് കൈ കാണിച്ചിട്ടൊന്നും അക്കരെ നാട്ടിൽ കയറാൻ പറ്റത്തില്ല. അവിടെ 7 കാര്യം നടക്കണം. 1 നീ രക്ഷിക്കപ്പെടണം. എന്താ രക്ഷ? ഓരോ യോഗത്തിലും കൈ ഉയർത്തി കർത്താവിനെ കളിപ്പിക്കുന്നതല്ല. ക്രിസ്തു മരിച്ചവരിൽ ആദ്യ ബലക്കറ്റയായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യും. അതാ രക്ഷ. രക്ഷിക്കപ്പെട്ട നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. കള്ള്, കഞ്ചാവ്, പക, പണക്കം, കോപം, പുകവലി എല്ലാത്തിനും മാറണം. മാനസാന്തരം. മലയാളം വണ്ടി മാറിക്കയറുക. ഇന്ന് രാത്രി ഞാൻ നെയ്യാറ്റിൻകര ചെന്ന് നിൽക്കുമ്പോൾ നാഗർകോവിൽ വണ്ടി നല്ല സീറ്റ്, ഒറ്റ കയറ്റം. സ്വോത്രം. അവിടെ പോയാൽ എൻ്റെ വീട്ടിൽ പോകാൻ പറ്റുമോ? പക്ഷേ തിരുവനന്തപുരത്തേക്ക് വരുന്ന വണ്ടിയിൽ ഇച്ചിരി ആളുണ്ടായാലും ഫുട്ബോളിലെങ്കിലും തൂങ്ങി ഞാൻ അങ്ങ് പോകും എൻ്റെ വീട്ടിൽ കയറാം. മനസ്സിലാകുന്നവർക്കായി ഇതിൻ്റെ പേരാ മാനസാന്തരം, റിപ്പൻഡൻസ്. വണ്ടി മാറിക്കയറുക. 3 അറിയായ്മയുടെ കാലങ്ങളിൽ നമ്മളിൽ വന്ന കുറവ് ദൈവസഭയിലോ വീട്ടിലിരുന്ന് കർത്താവിനോട് അനുദപിക്കണം. അതാ കർത്താവ്, അറിയായ്മയുടെ കാലങ്ങളിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി അനുദപിക്കുന്ന നീ എന്ത് ചെയ്യണം? മുങ്ങി സ്നാനമേൽക്കണം. പെന്തിക്കോസ് ചേരാനല്ല സ്നാനം, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസ്സേക്ഷിക്കായി പിതാ, പുത്ര, പരിശുദ്ധ കുമാര നാമത്തിക്ക് സ്നാനമേറ്റെടുക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റെടുത്ത നീ പിന്നെ മുങ്ങി നടക്കരുത്. ആത്മാവിലെ സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. അത് കഴിഞ്ഞ് അടുത്തത് നീ എന്ത് ചെയ്യണം? തിരുമേശയിൽ പങ്കാളിയാകണം. അതിനുശേഷം എന്തിനെ പ്രാപിക്കണം? കുത്തിയിരുന്ന് കരഞ്ഞ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആ കുഞ്ഞിനെ നോക്കി ദൈവം വിളിക്കും, എൻ്റെ കാന്തേ, എൻ്റെ പ്രാവേ. കരമുയർത്തുന്നവർക്കായി പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. ഒരു കുറുപ്പ് 2 കുറുപ്രാവിന്റെ കാലുകൾ കെട്ടിയിരിക്കും. അപ്പച്ച അമ്മച്ചി ലേവരുടെ യാഗമിതാ. ആ കുറുപ്രാവിന്റെ കാലുകൾ കെട്ടിയിരിക്കുമ്പോൾ മേധസ്സുള്ള പ്രാവിനെ പുരോഹിതൻ നോക്കും. മാർപ്പതക്കത്തിലെ കത്തിയെടുത്ത പ്രാവിന്റെ കഴുത്തിറക്കും. കഴുത്ത് താഴെ വീതാതെ ഞെക്കി പിടിക്കും. കുഞ്ഞു പ്രാവിന്റെ ശരീരത്തിൽ രക്തം ചിതറും. സന്തോഷത്തോടെ യാഗപീഠത്തിനകത്ത് യാഗത്തളി ആചരിച്ച് നല്ല മനഃശുദ്ധിയോടെ താമ്രത്തൊട്ടിയിലിരിക്കുന്ന വെള്ളമെടുത്ത് യാഗപീഠം കഴുകി വൃത്തിയാക്കുമ്പോൾ പിറകിലൊരു കാഴ്ചയുണ്ട്. അപ്പച്ച അമ്മച്ചി ശരീരം തലയറ്റ പ്രാവിന്റെ ശരീരം പിടയ്ക്കുക, മറ്റേ കുഞ്ഞു പ്രാവിന്റെ ശരീരത്തിൽ രക്തമാ. അത് കഴിഞ്ഞ് അവൻ അവസാനമായി മാർപ്പതക്കത്തിൽ കത്തിയിടാൻ നോക്കുമ്പോൾ പുറകിലെ കാഴ്ച, ഉടൽ വിറയ്ക്കുന്നു, ഒരു കുഞ്ഞു പ്രാവ് മിണ്ടാതിരിക്കുന്നു. ആ കത്തി മാർപ്പതക്കത്തിലിടുന്നതിന് മുമ്പ് ആ കെട്ടിനകത്ത് പുരോഹിതൻ ഒരു അറപ്പറക്കുക. ഉടൽ പിടയ്ക്കുന്ന പ്രാവ് താഴേക്ക് മാറുമ്പോൾ കെട്ടഴിഞ്ഞ പ്രാവ് ഓടും. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും കരമുയർത്തുന്നവർക്കായി മഞ്ഞാലുമോടും വെള്ളറടയും കർത്താവിന്റെ വചനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച
അപ്പച്ച അമ്മച്ച് ആരും താങ്കളുടെ മുഖം കണ്ടില്ലെങ്കിലും ഇന്ന് രാത്രി മുഖം കാണുന്ന കർത്താവ് തന്റെ സഭയെ ചേർക്കുവാൻ വരും. പാറയുടെ പിളർപ്പില് കടുന്നൂക്കില് വരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാൻ കണ്ടോട്ടെ. നിർത്താൻ പോവാ. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടട്ടെ, മാനസാന്തരപ്പെടാത്തവർ ഇന്ന് രാത്രി മാനസാന്തരപ്പെടട്ടെ. ജ്ഞാനസ്നാനമെടുക്കാത്തവർ വൈകരുത് കുഞ്ഞ്, ഒരു തീരുമാനത്തിലേക്ക് കടന്നു വാ. സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ട ദൈവമക്കൾ സഭയിലേക്ക് മടങ്ങി വാ. മുട്ടുമടക്കി കരഞ്ഞുകൊണ്ട് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ പരമയാഗമായ യേശുവിന്റെ രക്തവും അവന്റെ വചനപ്രകാരം തിരുമേശയിൽ പങ്കാളിയാകട്ടെ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്ത്യം വരെ കാത്തിരിക്കുന്നവരെ ചേർക്കാൻ യേശു വരാറായി. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരിക്കുകയും ചെയ്താൽ നിന്റെ നിലവിളക്ക് ഞാൻ നിലയിൽ കെടുത്തിക്കളയും. 22 കൺവെൻഷൻ കേട്ടിട്ട് പറവോന്റെ ഹൃദയം പോലെ ഹൃദയം കടുപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി നാഥന്റെ സന്നിധിയിൽ മടങ്ങി വരാതെ കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് ലോകത്തിന്റെ മോഹങ്ങൾ നിൽക്കുന്ന മഞ്ഞാലിമൂട്ടിൽ അച്ചായന്മാരെ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് വീഴാതെ ഇന്ന് രാത്രി സത്യവചനം മനസ്സിലാക്കി കാൽവറിയുടെ കൊലക്കളത്തിൽ വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവരെ ചേർക്കാൻ യേശു വരാറായി. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വം. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവശക്തി അവസാനിപ്പിക്കാം. ഇന്ന് രാത്രി ലോകത്തിലെ ധനവാന്മാർ കുഞ്ഞുങ്ങൾ പാട്ട് മോനൊരു വാക്കൂടെ വായിക്കുമ്പോൾ ഞങ്ങൾ പാട്ടിലേക്ക് പോകും. അവസാന നിമിഷങ്ങളിലേക്ക് ഇന്നലെ ഞാൻ ടൈറ്റാനിക്കിനെ പറഞ്ഞു, ഇന്നലെ അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ടൈറ്റാനിക് കപ്പലിനെ ഇരുമ്പ് കാണാൻ വേണ്ടി 5 ധനവാന്മാർ പോയി. ഒരു അമേരിക്കക്കാരൻ, കാനഡക്കാരൻ, ദുബായിക്കാരൻ. അവർ പോയ പേടകമാ ഓഷ്യൻ ടൈറ്റാനിക്. ആ ഇരുമ്പ് തകർന്ന അറ്റ്ലാന്റിക്കിൽ ഇരുമ്പിനടുത്ത് 450 മീറ്റർ എത്തുമ്പോൾ അവരുടെ പേടകം തകർന്നു പോയി. സകല പത്രവാർത്ത ലോകം മുഴുവൻ വായിച്ചു. ടൈറ്റാനിക്കിനെ അന്വേഷിച്ച് പോയവരുടെ പേടകം തകർന്നു പോയി. മകനെ, മകളെ, ഒരുവൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും അതോടുകൂടി ഒന്നും കൊണ്ടുപോകത്തില്ല. 5 ധനവാന്മാർ വീണുപോയി. എന്നാൽ രണ്ടാമതൊരു കരുതയുണ്ട്. കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യണം. ഒരമ്മ 4 കുഞ്ഞുങ്ങൾ, 14 പെൺകുട്ടി, 11 പെൺകുട്ടി, 9 വയസ്സുള്ള പെൺകുട്ടി, 14, 11, 9 വയസ്സുള്ള പെൺകുട്ടി, ഇളയ ഒരു കുഞ്ഞുണ്ട് 9 വയസ്സുള്ള ആൺകൊച്ച്. ഇവർ രാത്രി ഒരു പ്ലെയിനിൽ അപ്പനെ തിരക്കി പോവാ. കൊളംബിയൻ കാടുകൾ. എല്ലാവരും കേട്ടാട്ട് രാത്രിയിൽ പ്ലെയിൻ തകർന്നു. താഴേക്ക് വീണു. അമ്മ മരിച്ചു, പൈലറ്റ് മരിച്ചു, ആദിവാസി മൂപ്പൻ വന്നവൻ കരിഞ്ഞു മരിച്ചു. കുഞ്ഞുങ്ങൾ വളരെ ദൂരെ ചിതറി. അവരെഴുന്നേറ്റപ്പോൾ 4 ഡെഡ് ബോഡി. ആരും കാണാനില്ല. 3 കുഞ്ഞുങ്ങൾ ഒരു പിഞ്ചു കുഞ്ഞിനെ എടുത്ത് യാത്രയായി. 40 ദിവസം. എല്ലാവരും കേട്ടാട്ടെ. 40-ാം ദിവസം കൊളംബിയൻ കാടുകളിൽ അവരിങ്ങനെ നടക്കുമ്പോൾ കായ്കനികളും വെള്ളവും കുടിച്ച് നീങ്ങുക. 40 ദിവസം റോഡൊന്നും കിട്ടുന്നില്ല. പട്ടാളക്കാർ എവിടെയോ കറങ്ങിയപ്പോൾ കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ടു. അവർ വാഹനം നിർത്തി ഓടി വന്ന് 4 കുഞ്ഞുങ്ങളെയും പിടിച്ചു മിലിറ്ററി ആശുപത്രിയിൽ കൊണ്ടുപോയി. ഒരു ബെഡിനകത്ത് 14 നല്ല ഗ്ലൂക്കോസ്, അടുത്തത് 11, അടുത്തത് 9 വയസ്സുകാരി, അടുത്ത അമ്പുറത്ത് 9 വയസ്സുള്ള പിഞ്ചു മോൻ. അവർക്കെല്ലാം ട്രിപ്പ് കൊടുക്കുക. ആ സമയത്ത് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു. BBC-യുടെ ഒരു ലേഖിക അവിടെ വന്നു. പട്ടാളക്കാരോട് പറഞ്ഞ കുഞ്ഞുങ്ങളെ ഒന്നും കാണണം. അവർ പറഞ്ഞു കുഞ്ഞുങ്ങൾ ഭയങ്കര ക്ഷീണത്തിലാണ്, 40 ദിവസമായിട്ട് വനാന്തരത്തിൽ കിടന്ന കുഞ്ഞുങ്ങളാണ്. ആ സഹോദരി പറഞ്ഞ മൂത്ത കുഞ്ഞിനെ കണ്ട് ഒരു വാക്ക് ചോദിക്കണം. പട്ടാളക്കാർ അനുമതി കൊടുത്തു. ഒരു പത്രത്തിലും വന്നില്ല. അവൾ നേരെ അകത്ത് കയറി 14 വയസ്സുള്ള മോളിനോട് ചോദിച്ചു, ഇംഗ്ലീഷിൽ ചോദിച്ചു, ലാസ്റ്റ് 14 days ആർ യു ട്രാവലിംഗ് കൊളംബിയൻ ഫോറസ്റ്റ്? ദർ ഈസ് ഈവനിങ് ഹെവി റൈൻ ആൾസോ സൈമുൾട്ടേനിയസ് സ്നേക്ക്. വൈകിട്ട് ഭയങ്കര മഴയാ, പാമ്പും ഉണ്ട്. ഹൂ ഈസ് റൂട്ടഡ് 14 days അറ്റ് ദ ഫോറസ്റ്റ്? 40 ദിവസം. മകളെ, നിങ്ങളെ ആരാ കരം പിടിച്ച് നടത്തിയത്? ആ പെങ്കൊച്ച് കരം ഉയർത്തിയിട്ട് പറഞ്ഞു, ഐ ഡോണ്ട് നോ മാഡം, ആൻ അൺസീൻ പവർ റൂട്ടഡ് എവരിതിങ്. ഒരദൃശ്യ ശക്തി 40 ദിവസം ഞങ്ങളെ കരം പിടിച്ച് നടത്തി. ഇന്ന് രാത്രി മഞ്ഞാലിമൂടിനോട് എനിക്ക് പറയാനുള്ളത്, 5 ധനവാന്മാർ സമുദ്രത്തിനകത്ത് ഓഷ്യാനിക്ക് ആയിട്ട് പോയി അറ്റ്ലാന്റിക്കിന്റെ ഇരുമ്പ് തേടിപ്പോയവർ, അവർ തകർന്നപ്പോൾ 4 പിഞ്ചു കുഞ്ഞുങ്ങളെ 40 ദിവസം വഴി നടത്തുവാൻ കാട്ടിനകത്തൊരു കരമിറങ്ങി വന്നെങ്കിൽ 2025 കൺവെൻഷനിൽ അപ്പച്ച, അമ്മച്ചി, മോളെ, മോനെ പറയണം, ആ കരം തളർന്ന കരമല്ല. എന്റെ പ്രതിസന്ധിയുടെ നടുവ് ആ കുഞ്ഞു മക്കളെ കരം പിടിച്ച് നടത്തുവാൻ സർവശക്തന്റെ കരം കാട്ടിനകത്തിറങ്ങിയതുപോലെ ആ കരം എന്നെ നടത്തും. ഇന്ന് രാത്രി അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ കൈമുദ്രയിട്ട് കഴിഞ്ഞു. QR കോഡിലേക്ക് വന്ന് മൈക്രോ ചിപ്പ് കൊടുത്താൽ 8 കാര്യം നടക്കും. എന്നാൽ ആ ചിപ്പ് പതിപ്പിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്കാൻ യേശു വരും. അപ്പോൾ കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവരവിടെ ഒരു വാക്യം കൂടെ വായിച്ച് പാട്ടിലേക്ക്. വെളിപ്പാട് 15:2. ഇതാ നമ്മുടെ
പ്രസംഗം മുൻപാച്ചട്ട് വെളിപ്പാട് 15:2 തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും റോബോട്ടിനോടും അടുത്തത് പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ 666 മുദ്രയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്കു കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. കരമുയർത്തുന്നവർക്കായി മൃഗത്തോടും അതിന്റെ പ്രതിമയോടും അതിന്റെ സംഖ്യയോടും ജയിച്ചവർ കുഞ്ഞാടിന്റെ വീണകൾ മീട്ടിക്കൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നത് കണ്ടു. അതുകൊണ്ട് ഭക്തന്മാർ പാടി, കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. തരും എനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവ വസ്ത്രം. അക്കരയ്ക്ക് യാത്ര എന്ന സിയോൻ സഞ്ചാരിയെ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി കൊട്ടാരമായാലും മരണമാണ്, കോട്ടയ്ക്കകത്തും മരണം വരാം, കുടിലിനകത്തും മരണം വരാം. നാളെ യോഗമില്ല. ഇന്ന് രാത്രി അറ്റ്ലീസ്റ്റ് രക്ഷയുടെ പെട്ടകത്തെങ്കിലും കടന്നു വാ. ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? തായി, തകർപ്പരെ, തമ്പി, തങ്കച്ചി, അരുമயான 4 നാൾക്കളില് ഇന്ന് സുവിശേഷ ജപക്കൂട്ടങ്ങൾ വരുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ഞങ്ങൾക്കൊരുറപ്പുണ്ട്. ഇന്ന് രാത്രി കവലെ മരിച്ചാലും, കപ്പക്കാലെ മരിച്ചാലും, കോവിഡിൽ മരിച്ചാലും, ക്യാൻസറിൽ മരിച്ചാലും ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ. ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ വന്നവൻ ഒടുവിലത്തെ ഗംഭീരനാദവുമായി ഞങ്ങളെ എതിരേൽക്കുവാൻ 10,000 പേര് സുന്ദരനായി യേശു വരാറ്.